അത് നടന്ന സംഭവമാണ്. കാരണം ഒരു കണ്ടക്ടർ പറഞ്ഞ കഥയാണിത്. കാരണം കണ്ടക്ടർ ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടാണ് ആലപ്പുഴ. ഒരു കണ്ടക്ടർ പറഞ്ഞ കഥയാണ്. അത് സംഭവിച്ചതാണെന്ന് അയാൾ പറയുന്നു. മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 6 രൂപയാണ് ഉള്ളത്. അപ്പോൾ അയാൾ ചില്ലറയില്ല. അപ്പോൾ 100 രൂപ കൊടുത്തു. 100 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ 90 രൂപ കൊടുത്തു. പിന്നെ ചില്ലറയും കൊടുത്തു. 90 രൂപയും കൊടുത്തു. പിന്നെ നമ്മുടെ ചില്ലറ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കൊടുത്തത് അങ്ങനല്ല പറഞ്ഞു, തെറ്റിപ്പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. 80 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നത്. അയാൾ 100 രൂപ കൊടുത്തു. 100 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടക്ടർ തിരിച്ച് കൊടുത്തു. കാരണം 80 രൂപ കൊടുത്തു, 80 രൂപ ടിക്കറ്റും കൊടുത്തു, 80 രൂപയും കൊടുത്തു. ഇങ്ങനെ തിക്കും തിരക്കുമുള്ള ബസ്സല്ലേ. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് വിട്ടു. അപ്പോൾ ആൾക്കാരുടെ കൂടെ ഉണ്ട് അയാളെ, ഒരു കിളവനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് അയാൾ പറഞ്ഞ് ഇന്നപോലെ തിക്കും തിരക്കുമൊക്കെ എനിക്ക് പറയുമ്പോൾ ഇയാൾ ഈ പൈസ 80 രൂപ കൈവച്ചു. കാരണം അയാൾക്ക് കിട്ടേണ്ട 80 അല്ല 20 രൂപയാണ് അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം 80 രൂപ അദ്ദേഹം കണ്ടക്ടർ തന്നു, കണ്ടക്ടറിന് തെറ്റുപറ്റി പോയതല്ലേ എന്ന്. അപ്പോൾ ഈ കണ്ടക്ടർ ഇറങ്ങി അമ്പലപ്പുഴ ഇറങ്ങി സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇയാളും പരിവാരങ്ങളും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടക്ടറെ വിളിച്ചിട്ട് ഓഫീസിൽ ചെന്നിട്ട് കണ്ടക്ടറെ വിളിച്ചിട്ട് സാറിന് തെറ്റുപറ്റിപ്പോയി, സാറ് 20 രൂപ എനിക്ക് തന്നാൽ മതി, എനിക്ക് സാറ് 80 രൂപയാണ് തന്നത്, അത് സാറിന് തെറ്റുപറ്റിപ്പോയി സാറേ, സാറിൻ്റെ ആണോ. അപ്പോൾ താങ്ക്സ് പറഞ്ഞു. അയാൾ പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ട്രിപ്പിന് അയക്ക് പോകേണ്ടതാണ്, താങ്ക്സ് എന്ന് പറഞ്ഞു. കടഞ്ഞു മേടിച്ചു. പിന്നെ 20 രൂപ അയക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു, 80 രൂപ മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇയാൾ സാർ എന്ന് പറഞ്ഞു. സാർ ഇങ്ങനെ ആൾക്കാർ തിരിച്ച് പൈസ എല്ലാം തരുന്നവരുണ്ടോ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുക തരുന്ന നാറികളുമുണ്ട്, തരാത്ത നാറികളുമുണ്ട്. കേട്ടില്ലേ? ആ ഡയലോഗിൽ അയാൾ ചമ്മിപ്പോയി. അറിയോ? അയാൾ ആ പ്രതീക്ഷയോട് കൂടിയത് നല്ല ആൾക്കാരാണ് തരുന്നത് എന്ന് പ്രതീക്ഷ ഉണ്ട്. ആ വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ കണ്ടക്ടർ പറഞ്ഞത് ആ ധൃതിയിലായതുകൊണ്ട് കണ്ടക്ടർ പറഞ്ഞു തരുന്ന നാറികളുമുണ്ട്, തരാത്ത നാറികളുമുണ്ട്. അപ്പോൾ അയാളൊരു നാറിയായിട്ട് അങ്ങനൊരു ഇതുണ്ട്, അത് സംഭവമുണ്ട്. കാരണം അത് വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറയും കേട്ടോ. അങ്ങനൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? സാറേ എന്നിട്ടിപ്പോൾ അല്ലെങ്കിൽ 80 രൂപ അങ്ങനെ കൈ വെച്ചേക്കണം. ഇല്ലേ പറയാം സാറേ സാറിന് സാറിന് തെറ്റ് പറ്റിപ്പോയി, സാർ 20 രൂപ എന്നാൽ 80 രൂപ വന്നാൽ മതി. അത് അങ്ങനെ പറഞ്ഞാൽ പോരെ. പിന്നെ അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചോദിച്ചത് സാർ ഇങ്ങനെ തരുന്ന നല്ല മനുഷ്യരും ഉണ്ടോ. കിട്ടുകയും ചെയ്തു. ആ കണ്ടക്ടർ അടുത്ത ട്രിപ്പിന് പോകേണ്ട ധൃതിയിലാണ്. അപ്പോൾ അയാളുടെ വായി വന്നത് അങ്ങനെയാണ്. അത് അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യമാണ്. ഹലോ സുഹൃത്തുക്കളെ, ലൈവിലേക്ക് സ്വാഗതം.